We don't create the soul. It was always there, watching, waiting, learning. ആത്മാവുണ്ടോ? ആത്മാവുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ആത്മാവുണ്ട്. ഇപ്പം എൻ്റെ ശരീരത്തിലും ഒരു ആത്മാവുണ്ട്. അതില്ലാതാവുന്ന നിമിഷം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലെ ശ്വാസം എൻ്റെ ശരീരത്തിലെ എടുത്ത് എല്ലാം നിൽക്കുന്ന സമയത്ത്, ഞാൻ മരണപ്പെടുന്ന സമയത്താണ് ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും മാറിപ്പോകുന്നത്. ചില ആത്മാക്കൾ ഭൗതിക ലോകത്തിൽ കുറച്ച് സമയം കിടക്കാൻ സാധ്യതയുണ്ട്, അവശിഷ്ടമായിട്ട്. ചില ചടങ്ങുകൾ, ശുദ്ധി, ഹോമം, ബലി തുടങ്ങിയ ആത്മാവിൻ്റെ സഞ്ചാരം സുഗമമാക്കാൻ സഹായകമാണ്. ആത്മാവുണ്ട്, മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും ആത്മാവുണ്ട് എന്നത് ഭാരതീയ തത്വചിന്തയും ആത്മീയതയും പറയുന്നുണ്ട്. ഉപനിഷത്ത് ഭഗവത്ഗീത പറയുന്നത് ആത്മാവ് എന്നത് അനന്തമാണ്, ആവിനാശിയാണ്. ശരീരം മരിച്ചാലും ആത്മാവ് മരിക്കില്ല. ഭൗതിക ശരീരം മുറുകെ മാറുമെങ്കിലും ആത്മാവ് പുനർജന്മം കൈവരിക്കും. അതാണ് ആത്മാവ്. ശരീരം ഒരു വസ്ത്രം പോലെയാണ്. ആത്മാവ് അതിനെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യും. അതാണ് പുനർജന്മം. മരണം എന്നത് ആത്മാവിൻ്റെ ശരീരത്തിൽ നിന്നുള്ളൊരു യാത്രയാണ്. മരണം സംഭവിച്ചപ്പോൾ ശരീരം ചിതയിലേക്ക് എടുക്കുമ്പോഴും ആത്മാവ് അതിൻ്റെ കർമ്മം അനുസരിച്ച് യാത്ര ചെയ്യും. ചിലർക്ക് മോക്ഷം കിട്ടും, മുക്തി കിട്ടും. ചിലർ വീണ്ടും പുനർജനിക്കും. ചിലർ അലഞ്ഞു നടക്കും. അതൊക്കെ ആത്മാവിൻ്റെ കർമ്മഫലം എന്നുള്ളത് പോലെ ഇരിക്കും. കർമ്മം മാത്രമല്ല, നമ്മൾ ജനിച്ചിരിക്കുമ്പോൾ നമ്മളെ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെയൊക്കെ. പറയാറില്ലേ ഓരോ മതവിശ്വാസങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ മരിക്കുമ്പോഴും ശരീരത്തിലുള്ള ആത്മാവ് എന്ത് സംഭവിക്കുന്നു എന്ന് ഓരോ മതക്കാരിലും ഉള്ളൊരു വിശ്വാസം. ആത്മാവ് ശരീരത്തിൽ നിന്നും പിരിഞ്ഞ് യാത്ര തുടരുന്നു. ആ യാത്ര എവിടേക്കാണെന്ന് വിശ്വാസത്തിലും കർമ്മത്തിലും ആത്മീയതയിലുമാണ് ആശ്രയിക്കുന്നത്. വിശ്വാസത്തിലും കർമ്മത്തിലും ആത്മീയതയിലുമാണ്. അതായത് ഹിന്ദു ആണെങ്കിൽ ആത്മാവ് പുനർജനിക്കുമെന്ന ഒരു വിശ്വാസമുണ്ട്. ക്രിസ്ത്യാനി ആണെങ്കിൽ ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്ന് പോകുന്ന ഒരു വിശ്വാസമുണ്ട്. ബുദ്ധരാണെങ്കിൽ ആത്മാവിൻ്റെ പുനർജന്മവും നിര്യാണവുമാണ് പ്രധാനം. അങ്ങനെ പലതരത്തിലാണ് ഒരു ആത്മാവ് ശരീരം വെടിഞ്ഞ് അലയുന്നതും അലയാതിരിക്കുന്നതും കർമ്മങ്ങളും കർമ്മഫലങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലെയാണ് ഒരു ആത്മാവിൻ്റെ സഞ്ചാരം. ചിതയിലേക്ക് എടുക്കുന്ന ആ ഒരു സമയത്തും ആത്മാവ് അവൻ്റെ കർമ്മം അനുസരിച്ച് തന്നെ യാത്ര ചെയ്ത് തുടങ്ങും. മനസ്സിലായില്ലേ? ആ യാത്ര എങ്ങോട്ടാണെന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ളതും അവൻ്റെ കർമ്മഫലത്തിൽ വന്നിട്ടുള്ള ഫലം പോലെ ഇരിക്കും. അങ്ങനെ ഒത്തിരി ആത്മാവിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ടാവും. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു, ബൈ.